മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി no issue sir, we will cooperate. No issue. രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ പ്രശ്നങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇപ്പോൾ അവിടെ കൂടുതലുള്ളതിനാൽ തന്നെ സ്വാഭാവികമായും അവിടെ ഒരു മാധ്യമങ്ങൾ സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഒരു അകലം പാലിക്കുന്നില്ല. അത് രാഹുൽ ഗാന്ധിയുടെ സംരക്ഷകർക്കും പുതിയൊരു അനുഭവമായിരിക്കും. സ്വാഭാവികമായും അവർ ആവശ്യപ്പെടുന്നുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ നമ്മൾ വീടിന്റെ മുന്നിൽ ഇപ്പോൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി വാഹനത്തിൽ കയറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോബൽ നിർണായകമായ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് പ്രഖ്യാപനമാണ്. കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം പുറത്തേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധി പുറത്തേക്ക് പോകുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധി എന്താണെങ്കിലും വാഹനം നിർത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായില്ല. വാഹന വ്യൂഹം ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ്. ആരായിരിക്കും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്നില്ല. അദ്ദേഹം നൽകാതെയാണ് പോയിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ആ പ്രഖ്യാപനം പുറത്തേക്ക് വരാൻ പോകുന്നത് എന്താണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും വാഹന വ്യൂഹം ഇവിടെ 10 ജനപത്തിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ സുനേരിബാഗിലെ വസതിയിലേക്ക് വാഹന വ്യൂഹം നീങ്ങിയിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച പൂർത്തിയാക്കിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ആ തീരുമാനം എന്താണ്? അതാണ് ഇനി ഇപ്പോൾ അറിയാനുള്ള. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. KC വേണുഗോപാലോ VD സതീശനോ? അതല്ല, പ്രധാനപ്പെട്ട ആ ഉത്തരം രമേശ് ചെന്നിത്തലയോ? 3 പേരുകൾ. ആ പേരിൽ ഒറ്റ പേരിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത്. എന്നാലും ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. ഏറെക്കുറെ 5:40 രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയത്. ഇപ്പോൾ 6:20 ആയിരിക്കുന്നു. ഇത്രയും നേരം ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ചർച്ചകളിൽ എന്തെല്ലാമാണ് ഉയർത്തുന്നത്, പ്രത്യേകിച്ച് എന്തെല്ലാം തീരുമാനങ്ങളിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയതെന്നൊക്കെ വലിയ ആകാംക്ഷയാണ്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും മാത്രമാണ് ഈ ചർച്ചയിൽ ഉണ്ടായത്. ആ നേതാക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ എന്താണ് ഇതിന്റെ സാഹചര്യം എന്ന് അറിയത്തുള്ളൂ, എന്താണ് ഇതിന്റെ തീരുമാനം എന്ന് വ്യക്തമാകുള്ളൂ. എന്താണെങ്കിലും ആ വ്യക്തത, ആ തീരുമാനങ്ങളുടെ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഉണ്ടായിരുന്നില്ലല്ലോ. സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ്. അതിനെക്കുറിച്ചൊന്നും ഒരറിയിപ്പും ഇതിന് മുന്നോടിയായി നൽകിയിട്ടില്ല. തീർച്ചയായും ഒരു അറിയിപ്പൊന്നും എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന് എത്തിയിട്ടില്ല. പക്ഷേ ചർച്ചകൾ പൂർത്തിയാക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താണെങ്കിലും പുറത്തേക്ക് പോയിരിക്കുന്നു. നേതാക്കളുമായുള്ള ആശയവിനിമയം അടക്കം പൂർത്തിയാക്കിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. പക്ഷേ ആ ഉത്തരം നൽകാൻ എന്താണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചതായുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനകം ഒരു വാർത്താ സമ്മേളനമോ ഒരു കുറിപ്പോ അതല്ലെങ്കിൽ സംസ്ഥാനത്ത് അറിയിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.